ഇന്ന് നല്ല ഹെൽത്തിയായ റാഗി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് വട്ടയപ്പം ഉണ്ടാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് ശർക്കരപ്പാനി, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് അരയ്ക്കാം. അരയ്ക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കണം. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് പൊങ്ങി വരും, അതിനനുസരിച്ചുള്ള പാത്രത്തിൽ വേണം ഒഴിച്ച് വയ്ക്കാൻ. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ നെയ്യോ ഓയിലോ പുരട്ടി ആവശ്യത്തിന് കോരി ഒഴിച്ച് 10-15 മിനിറ്റ് ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ച് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് എടുക്കാം. ഒട്ടും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ റാഗി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.